വെടിനിർത്തലിന് ഇറാൻ 7 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത് പാലിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ ഈ സംവിധാനത്തോട് സഹകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങളാണ്. മേഖലയിൽ നിന്ന്, അതായത് ഹോർമുസിൽ നിന്ന് പുറത്തിറങ്ങുന്ന കപ്പലിനെ ആക്രമിക്കുന്നതും അടക്കമുള്ള ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ, ഉപരോധ സംവിധാനങ്ങൾ പൂർണ്ണമായ രീതിയിൽ നീക്കം ചെയ്യണം. ഹോർമുസ് കടൽ തങ്ങളുടെ ഭാഗമാണ്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് അമേരിക്ക അംഗീകരിക്കണം. പ്രധാനമായിരിക്കുന്ന 2 നിർദ്ദേശങ്ങൾ അതാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടേത് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഡോളറുകൾ അല്ലെങ്കിൽ പണങ്ങൾ തിരിച്ചു നൽകണം. രാജ്യത്തിനകത്ത് നടത്തുന്ന ഉപരോധങ്ങൾ പിൻവലിക്കണം. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ രഹസ്യമായ രീതിയിൽ സഹായിക്കുന്നതും അവർക്ക് പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം, അമേരിക്ക തന്നെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടത് നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അതിനൊരു പ്രത്യേകതയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റുന്നതാണ്. മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സംസാരിച്ചപ്പോൾ ഇസ്രായേലിനോട് അനുബന്ധമായ രീതിയിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്. അത്തരം പ്രതികരണങ്ങളൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്നും അതൊന്നും വിലപ്പോവില്ലെന്നും വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പാകിസ്ഥാനെ വളരെ നിർബന്ധിച്ചുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞേക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഒരു മുസ്ലിം രാജ്യം ഇതിന് മുൻപിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ മധ്യസ്ഥ മേഖലയിലൂടെ നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരെല്ലാവരും യുദ്ധത്തിൻ്റെ, ഇറാൻ്റെ കെടുതി അനുഭവിച്ചവരാണ്. ഒരുപക്ഷെ ഇനിയും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവർ മധ്യസ്ഥ റോളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ തന്നെയാണ് ഒരു രാജ്യത്തെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതിയൊന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്തതാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക അവരെ ഒരു നാടകം കളിപ്പിക്കുന്ന രീതിയിലാണ് നീക്കുന്നത് എന്നോട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, സൈനിക മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇറാനിൽ വരുത്തിയതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഇപ്പോൾ അമേരിക്ക നടത്തുകയാണ്. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്, അവരറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അഥവാ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മാരകമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഇതുവരെ പ്രയോഗിക്കാത്ത ആയുധങ്ങൾ എടുത്തുകൊണ്ട് പ്രയോഗിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെ ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരമാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ശത്രുരാജ്യത്തിൻ്റെ കൈവശത്തിൽ എത്രത്തോളം ആയുധങ്ങളുണ്ട്, എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളുണ്ട്, ഉപയോഗിച്ചത് എത്ര ഉണ്ട്, ഉപയോഗിക്കാത്തത് എത്ര ഉണ്ട് എന്നതിനെക്കുറിച്ച് പോലും ഒരു പഠനം നടത്തുകയോ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു യുദ്ധമോ അല്ല ഇത്. ആയതിനാൽ അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യാവസ്ഥകൾ വിലയിരുത്തുന്ന സമയത്ത് അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് അമേരിക്ക പാലിക്കാത്തൊരു സ്ഥിതി വന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ തുടരും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കാത്തത് കൊണ്ട് തന്നെ ഇറാൻ തിരിച്ചാക്രമിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ വീണ്ടും തങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസ് തെരഞ്ഞുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ അടിത്തറ പോലും ഇളകിപ്പോയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് അമേരിക്കക്കുള്ളത് അറേബ്യൻ സൈനിക ബേസിൽ ഉടനീളം. അങ്ങനെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ പല അറബ് രാജ്യങ്ങളും അമേരിക്കയോട് നേരിട്ട് തന്നെ തങ്ങളുടെ സുരക്ഷിതത്വവും തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ തുടരുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തോടനുബന്ധിച്ച് ഇത്തരമൊരു അഭിപ്രായം പുറത്തു വന്നത് ഇതാദ്യമായിട്ടാണ്. 70 വർഷം 75 വർഷം അത്രയൊക്കെ വലിയ ബന്ധങ്ങളാണ് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ളത്.
അതിൻ്റെ സ്ഥിതി കാര്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അഥവാ അമേരിക്ക മേഖലയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് എന്ന് ചുരുക്കം. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധിയും വിഷയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോളറിലുള്ള വിനിമയം നടത്തരുത് എന്ന് ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രധാനമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളോട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. ഒരിക്കൽ പോലും അമേരിക്കയുടെ കറൻസിയിൽ വിനിമയം നടത്താൻ പാടില്ല. ഒന്നുകിൽ അത് സ്വന്തം കറൻസിയിൽ നടത്തുക, അതല്ലെങ്കിൽ ചൈനയുടെയോ റഷ്യയുടെയോ കറൻസിയിൽ നടത്തുക, അതല്ലെങ്കിൽ യൂറോപ്യൻ കറൻസിയിൽ നടത്തിയാൽ പോലും വിഷയമില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഈ രാജ്യത്തിന് വലിയ രീതിയിലുള്ള കറൻസി മൂല്യം ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ്, അറേബ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അവർ പേറുകയും ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ സർവ്വ മേഖലയിലും അമേരിക്ക ഒറ്റപ്പെടുകയാണ്. എവിടെയും സുരക്ഷിതത്വം നൽകാൻ പറ്റാത്ത വിധം സഖ്യകക്ഷികൾ അകന്നു പോവുകയാണ്. അതോടെ ചൈനയ്ക്കും റഷ്യക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത അറേബ്യൻ രാജ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം തിരിച്ചടികൾ ഇത്രത്തോളം ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏകദേശം 25ലധികം രാജ്യങ്ങളുമായിട്ട് ഉടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ നിലവിൽ അമേരിക്ക മാറിയിരിക്കുന്നു. മാത്രമല്ല അവരുടെ മേഖല, അവരുടെ ഏരിയകൾ എവിടെയും സുരക്ഷിതമല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇതുവരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഞങ്ങളുമായിട്ട് വിലപേശുന്നു എന്നുവരെ ഇപ്പോൾ ഇറാനെക്കുറിച്ച് അമേരിക്ക പറയുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. വിലപേശൽ കച്ചവടമാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് ഇറാനെ ഒറ്റപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വിവരം ഇപ്പോൾ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അറേബ്യൻ രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി താല്പര്യമില്ലെന്ന് അതിന് മുൻപ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധിക്കുക എന്നല്ലാതെ അവരുമായിട്ടൊരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു വെച്ചതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിന് രംഗത്തിറങ്ങണം എന്നുള്ള അഭിപ്രായമാണ്. രംഗത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഇറാൻ ആക്രമിക്കണം. അറേബ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അതിന് വലിയ രീതിയിൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. മുൻപിൽ അറേബ്യൻ രാജ്യങ്ങൾ നിർത്തുക, പിന്നാമ്പുറം നല്ല തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുക. അതിന് അറേബ്യൻ രാജ്യങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്കതിന് താല്പര്യമില്ല. ഞങ്ങൾ അവരുമായിട്ട് ഒരു യുദ്ധത്തിന്, ഞങ്ങളുടെ ശത്രു രാജ്യമല്ലാതിരിക്കെ എന്നൊരു യുദ്ധം ചെയ്യണം. അമേരിക്കയുടെ ശത്രുവാണ് ഇറാൻ, അറേബ്യൻ രാജ്യങ്ങളുടെ ശത്രു അല്ലല്ലോ. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ്. അവർക്ക് ചെങ്കടലിൽ രക്ഷയില്ല, ഹോർമുസിൽ രക്ഷയില്ല, ബാബുൽ മന്ദബിൽ രക്ഷയില്ല. ആരെ കൂട്ടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാലും അതെല്ലാം പരാജയപ്പെടുന്ന സ്ഥിതിയിലാണ് നിലവിലിപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നത്. അപ്പോൾ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകുന്നുണ്ട്. പുതിയ തന്ത്രങ്ങൾ അവരുടെ കൈവശത്തിൽ ഇല്ല എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.